അല്ല, അതിനകത്ത് ഞാനിപ്പോൾ ഒരു അഭിപ്രായം പറയില്ല. അതിനകത്ത് ഗവൺമെൻറ് അത് പരിശോധിക്കട്ടെ. എനിക്കത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഞാനിപ്പോൾ അതിനകത്ത് പെട്ടെന്നൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് ഗവൺമെൻറ് അത് പരിശോധിക്കട്ടെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ KSU വിട്ടിട്ട് ഒരുപാട് കൊല്ലമായി. 1974 മറ്റോ ഞാൻ KSU വിട്ടതാണ്. KSUമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും അതൊന്നും പറയാൻ ഞാൻ ആളല്ല. ഞാൻ KSU വിട്ടിട്ട് ഒരുപാട് കാലങ്ങളായി. KSUവിന് അഭിപ്രായം പറഞ്ഞാൽ തെറ്റില്ല. പക്ഷെ ഒരു കാര്യം, ഈ സർക്കാർ മറ്റേ വക്കീലന്മാരുടെ നിയമന കാര്യത്തിൽ ഒരു വക്കീലിൻ്റെ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വേറൊരു MP ശുപാർശ ചെയ്തതാണ്. അത് IB ഈഡനല്ല, ഒരു യുവ MP ആണ് റെക്കമെൻഡ് ചെയ്തത്. ഷാഫി പറമ്പിലോ അല്ല, ഞാൻ തീർത്തു പറയാം. യുവ MPമാരിൽ ഷാഫി പറമ്പിലോ അതല്ലെങ്കിൽ എറണാകുളം MPയോ അല്ല, മറ്റൊരു യുവ MP ശുപാർശ ചെയ്തതാണ്. ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുന്ന കാര്യമില്ല. പക്ഷേ KSUക്കാർക്ക് അഭിപ്രായം പറയുന്നതിനെ കുറിച്ചൊന്നും എനിക്കൊരു തർക്കമില്ല. താങ്ക് യു. അപ്പോൾ ആ ശുപാർശയുടെ പേരിലാണ് അവരെ പ്ലീഡറാക്കിയത്, ആ യുവ MP പറഞ്ഞു? അല്ലല്ല, ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കേട്ടോ. ഗവൺമെൻറ് കേസ് നടത്താൻ യോഗ്യരായ ആളുകളെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ശുപാർശ അനുസരിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ എല്ലാം ഗവൺമെൻറ് ആ നിലയ്ക്ക് തന്നെയാണോ മുൻപൊക്കെ ചെയ്തിട്ടുള്ളത്. എല്ലാവരും നിർദ്ദേശങ്ങൾ കൊടുക്കും, ശുപാർശ കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം അഡ്വക്കേറ്റ് ജനറൽ ചോദിച്ചു, അത് രാഷ്ട്രീയം നോക്കിയല്ലേ അഡ്വക്കേറ്റ് ജനറൽ വെച്ചത്? കഴിഞ്ഞ പ്രാവശ്യം കുറുപ്പ് സാറിന് വെച്ചത് എല്ലാ ഗവൺമെൻറ്റും നോക്കും. പക്ഷേ അത് മാത്രമല്ല പരിഗണന എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. രാഷ്ട്രീയം മാത്രമല്ല പരിഗണന, എല്ലാം യോഗ്യതയാണ് പരിഗണന. അഡ്വക്കേറ്റ് ജനറൽ ശുപാർശയാണ് പരിഗണന. അതനുസരിച്ചിട്ടായിരിക്കും മുഖ്യമന്ത്രി ചെയ്തത്. അത് അവരോട് ചോദിക്കണം. അത് ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും. സാർ ഒരു ക്ലാരിറ്റി, സാർ ഒറ്റ ക്ലാരിറ്റി കൂടി. ഇപ്പോൾ ഈ യുവ MPയുടെ കാര്യം പറയുന്നത് ഈ വിവാദമായ പ്ലേയുടെ കാര്യത്തിലാണോ? ഒരാളുടെ കാര്യത്തിൽ വിവാദമായിട്ടുള്ള. നിങ്ങൾ റോളാണോ പറയണത്? അതെയോ? നമ്മൾ ഓക്കെ ആകാത്തോണ്ടാ എൻ്റെ മുഖം കൂടി ഇവർക്ക് കാണണോട്ടോ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കരാർ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് രണ്ട് സർക്കാരുകൾ തമ്മിൽ ഒരു ഭിന്നത തരത്തിലേക്കാണ് പ്രതിപക്ഷം ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം PM തോമസ് ഐസക് നടത്തിയ പ്രതികരണം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. തുറമുഖ വകുപ്പ് മുൻ മന്ത്രി എന്ന നിലയിൽ എന്താണ് പ്രതികരണം? ഇന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികമാണ്. വിഴിഞ്ഞം പോർട്ട് സ്ഥാപിക്കുന്നതിന് വേണ്ടി എല്ലാ എതിർപ്പുകളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് അതിന് മുൻകൈയെടുത്ത ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദ്യമായി പ്രണാമം അർപ്പിക്കുകയാണ്. ബഹുമാനരായ ശ്രീ തോമസ് ഐസക് അടുത്ത കാലത്ത് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആദ്യം കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം പോർട്ടിൻ്റെ ഷെയർ കൈമാറാൻ പാടില്ല, എഗ്രിമെൻറ്റിന് വിരുദ്ധമാണ്, പോർട്ട് കുത്തകവൽക്കരണം നടക്കും, ഇത് രണ്ടുമായിരുന്നു. ആ ആരോപണം ചീറ്റിപ്പോയി. ഇപ്പോൾ പുതിയൊരു ആരോപണമാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർട്ട് 250 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ മറ്റ് പോർട്ടുകളിൽ പങ്കാളിത്തമുള്ളവർക്ക് വിഴിഞ്ഞം പോർട്ടിൽ പങ്കാളിത്തം പാടില്ല എന്നുള്ളൊരു വ്യവസ്ഥ എഗ്രിമെൻറ്റിലുണ്ട്. അതിനെക്കുറിച്ചാണ് ശ്രീ തോമസ് ഐസക് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കരാറിലെ തട്ടിപ്പുകൾ ഓരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇതൊരു ആരോപണമായിട്ട് ഉന്നയിച്ചു. യഥാർത്ഥം പറഞ്ഞാൽ അങ്ങനെ വ്യവസ്ഥയുണ്ട്. പക്ഷേ ആ വ്യവസ്ഥ എന്തിനു വെച്ചതാണെന്നുള്ളതാണ് പ്രശ്നം. ആ വ്യവസ്ഥ വെച്ചിട്ടുള്ളത് വിഴിഞ്ഞം പോർട്ടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈ തോമസ് ഐസക് ഉന്നയിച്ച ആരോപണം ഉന്നയിക്കേണ്ടത് കേരളത്തിലെ ഒരു നേതാവല്ല, അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷമല്ല. ആ ആരോപണം ഉന്നയിക്കേണ്ടത് തൂത്തുക്കുടി പോർട്ട് അധികൃതരോ തമിഴ്നാട് ഗവൺമെൻറ്റോ ആണ്, അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരോ ആണ്. കാരണം തൂത്തുക്കുടിയിൽ ഓപ്പറേഷനുള്ള ഈ MSC കമ്പനി വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ പോകുന്നതിനെ എതിർക്കേണ്ടതാരാ? കേരളമല്ലല്ലോ. അങ്ങനെ ആക്ഷേപം ഉണ്ടെങ്കിൽ അത് തൂത്തുക്കുടി പോർട്ട് അധികൃതരാണ് എതിർക്കേണ്ടത്. പക്ഷേ ഇവിടെ എതിർത്തത് ശ്രീ തോമസ് ഐസക്കാണ്. യഥാർത്ഥം പറഞ്ഞാൽ അങ്ങനൊരു വ്യവസ്ഥ വയ്ക്കാൻ കാരണം ആ വ്യവസ്ഥകൾ ഉപയോഗിച്ച്
വിഴിഞ്ഞത്തിൻ്റെ വളർച്ച തടയാനോ വിഴിഞ്ഞത്ത് വരുന്ന നിക്ഷേപം ഇല്ലാതാക്കാനോ വേണ്ടിയല്ല, മറിച്ച് കേരളത്തിൻ്റെ വിഴിഞ്ഞം പോർട്ടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വെച്ചൊരു കരാറാണ്. അത് വിഴിഞ്ഞം പോർട്ടിൻ്റെ നിക്ഷേപം വരുന്നതിനെയും വളർച്ചയും തടയാൻ വേണ്ടി എടുത്ത് ഉപയോഗിക്കുന്നത് ആശ്വാസമല്ല. അതിനെ സംബന്ധിച്ച് ഐപവർ കമ്മിറ്റി, കേരളത്തിൽ എംപവേർഡ് കമ്മിറ്റിയുണ്ട്. ഞങ്ങളുടെ കാലത്ത് ഞാൻ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ രൂപീകരിച്ച കമ്മിറ്റിയാണ്. അതിനകത്ത് ചീഫ് സെക്രട്ടറി, തുറമുഖ വകുപ്പ് സെക്രട്ടറി, ധനകാര്യ വകുപ്പ് സെക്രട്ടറി, നിയമ വകുപ്പ് സെക്രട്ടറി, അങ്ങനെ 5 സെക്രട്ടറിമാരുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഈ ഷെയർ ഇഷ്യൂവിൻ്റെ വിഷയവും ഇതും പരിശോധിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു ആരോപണം പറഞ്ഞത്, എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞത് ഞാൻ കേട്ടത്, തുറമുഖത്തിൻ്റെ ഉടമസ്ഥാവകാശം കൈമാറാൻ പാടില്ല. എനിക്ക് വളരെ വിചിത്രമായിട്ടാണ് തോന്നിയത് ആ പ്രശ്നം. കാരണം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉടമസ്ഥാവകാശം കേരളത്തിന് ഒരിക്കലും ഞങ്ങൾ വെച്ച കരാർ മൂലം നഷ്ടപ്പെടില്ല. ആ കരാർ അനുസരിച്ച് വിഴിഞ്ഞം പോർട്ടിൽ അദാനിക്ക് കൊടുത്തിട്ടുള്ളത് ഒരു ലൈസൻസാണ്. പോർട്ട് ബിൽഡ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും, ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് ലൈസൻസാണ് കൊടുത്തിട്ടുള്ളത്. ആ ലൈസൻസ് കാലാവധി ഈ ഗവൺമെൻറ് കുറച്ച് നീട്ടിക്കൊടുത്ത്, കഴിഞ്ഞ ഗവൺമെൻറ് 5 കൊല്ലം നീട്ടിക്കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ആ പീരീഡ് കഴിയുമ്പോൾ, 40 കൊല്ലം കഴിയുമ്പോൾ അത് കേരള ഗവൺമെൻറ് ആവും. 2ാം ഘട്ട നിക്ഷേപവും 3ാം ഘട്ട നിക്ഷേപവും എല്ലാം, അതായത് 1ാം ഘട്ടം കഴിഞ്ഞിട്ടുള്ള തുടർന്നുള്ള നിക്ഷേപങ്ങൾ വികസന കാര്യങ്ങളിൽ ഈ കൺസെഷണർ, അതായത് അദാനി നിക്ഷേപിക്കാൻ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഗവൺമെൻറ്റിന് വേറെ ടെൻഡറുകളിലൂടെ പുതിയ പങ്കാളിയെ കണ്ടെത്താനും ആ എഗ്രിമെൻ്റ് ഒരു അവകാശമുണ്ട്. അതുകൊണ്ട് മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു ചാനലുകാരും പറഞ്ഞതെന്ന് ഞാൻ കേട്ടായിരുന്നു. വേറെ ആരും പറഞ്ഞല്ല, നിങ്ങളുടെ ചാനലിൻ്റെ റിപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയാമോ? വിഴിഞ്ഞത്തിന് നമുക്ക് കേരളത്തിന് കിട്ടാൻ പോകുന്നത് ലാഭവിഹിതമാണ് എന്നാണ് പറയുന്നത്. അങ്ങേയറ്റം അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. വിഴിഞ്ഞത്തിന് നമുക്ക് കിട്ടാൻ പോകുന്നത് ലാഭവിഹിതമല്ല, അതിൻ്റെ റവന്യൂ ഷെയറാണ്, വരുമാനത്തിൻ്റെ വിഹിതമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ 13,000 കോടിയുടെ നിക്ഷേപവും ഇനി തുടർന്ന് നിക്ഷേപങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ ഉൾപ്പെടെ റവന്യൂ ഷെയർ നമുക്ക് കിട്ടും. അപ്പോൾ ആ റവന്യൂ ഷെയറിനെ ലാഭവിഹിതമായി ചിത്രീകരിക്കരുത്. ഇവിടുത്തെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ഡേ മുതൽ, ആ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ഡേ എന്നാണോ അന്ന് ആരംഭിക്കുന്നത് മുതൽ ആദ്യത്തെ വർഷം മുതൽ 1%, അങ്ങനെ 40% വരെ റവന്യൂ ഷെയർ കിട്ടത്തക്ക വിധത്തിലുള്ള ഏറ്റവും സേഫായ എഗ്രിമെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിഴിഞ്ഞം കരാറിനെ ആക്ഷേപിക്കുന്ന ആളുകൾ യഥാർത്ഥം പറഞ്ഞാൽ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ആക്ഷേപിക്കുന്നത്. ഇന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമദിനത്തിൽ, കാരണം അദ്ദേഹം ഒരുപാട് എതിർപ്പുകളെ അതിജീവിച്ചാണ് ഈ കരാർ ഒപ്പുവെച്ചത്. ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു, വലിയ ആരോപണങ്ങളുണ്ടായിരുന്നു, വലിയ ആക്ഷേപങ്ങളുണ്ടായിരുന്നു. കടൽ വിൽക്കാൻ പോകുന്നു, കടൽ കൊള്ള എന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കേട്ട് അന്ന് ശ്രീ ഉമ്മൻചാണ്ടി ഈ കരാറിൽ നിന്ന് പുറകോട്ട് പോയി ഇത് ഉപേക്ഷിച്ച് പോയിരുന്നെങ്കിൽ ഇന്നും വിഴിഞ്ഞം കരക്കടുക്കില്ലായിരുന്നു. ഇന്നിപ്പോൾ വിഴിഞ്ഞം വലിയ യാഥാർത്ഥ്യമായല്ലോ. കഴിഞ്ഞ ഗവൺമെൻറ് പറഞ്ഞല്ലോ 1000 കപ്പൽ വന്നു. ഇത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ്. അദാനി വന്ന് LDFൻ്റെ പാർട്ട്ണർ വരെയായി കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത്. അപ്പോൾ ഏതായാലും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഈ പുകമറ സൃഷ്ടിക്കുന്നത്. ഇതെല്ലാം വിഴിഞ്ഞത്ത് പുതിയ നിക്ഷേപം വരുന്നതിനെ തടയാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഈ MSC കമ്പനി വന്നാലുള്ള ഗുണത്തെപ്പറ്റി താങ്കൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? അവർ നിക്ഷേപിച്ച അല്ല, MSC കമ്പനി വന്നാൽ ഉള്ള ആദ്യത്തെ ഞാൻ ഇപ്പോൾ പറഞ്ഞു, റവന്യൂ ഷെയർ 13,000 കോടി രൂപ അവർ നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ റവന്യൂ ഷെയർ കൂടി കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 10 കോടി രൂപയുടെ റവന്യൂ ഷെയർ കിട്ടേണ്ട സ്ഥാനത്ത് 1000 കോടി രൂപയുടെ റവന്യൂ ഷെയർ കിട്ടണമെങ്കിൽ അത്രയും റവന്യൂ ഷെയർ കൂടെയല്ലേ, ലാഭവിഹിതമല്ല. അതുകൊണ്ട് അവിടെ എത്ര നിക്ഷേപം വരുന്നോ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. അതിനകത്തുള്ള കരാറിലുള്ള വ്യവസ്ഥ 250 കിലോമീറ്റർ വ്യവസ്ഥ വെച്ചിട്ടുള്ളത് വിഴിഞ്ഞം പോർട്ടിൻ്റെ വളർച്ച തടയാൻ വേണ്ടിയല്ല. അതിനകത്തുള്ള വ്യവസ്ഥകൾ ഉപയോഗിച്ച് വിഴിഞ്ഞത്ത് വരുന്ന നിക്ഷേപങ്ങളെ തടയാൻ വേണ്ടിയല്ല, മറിച്ച് വിഴിഞ്ഞത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതെടുത്ത് ഉപയോഗിച്ച് ആക്രമിക്കുന്നതും ആരോപണം ഉന്നയിക്കുന്നതും ഉമ്മൻചാണ്ടിയുടെ കരാറിൻ്റെ കുഴപ്പങ്ങളാണെന്ന് ആക്ഷേപിക്കുന്നതൊക്കെ
അത് യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെയും അല്ലെങ്കിൽ മനസ്സിലാക്കിയ വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ പ്രസ്താവന നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അത് പ്രതിപക്ഷം തിരുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.